ഞാനൂട്ടാ നീ സ്കൂളും വിട്ട് വന്നേരെ കാണുന്നില്ലേ ഫോണ്? നല്ല കോളാ മോനെ. എന്റെ അമ്മ വരണ്ട സമയമാക്കി. വേഗം ഫോൺ ഓഫാക്കി വെച്ചിട്ട് പഠിക്കാൻ എടുത്തു. നീ ഇന്നും ഫോണ് കണ്ടോണ്ടിരിക്കുന്നല്ലേ? ഹോംവർക്ക് ഒന്നുമില്ല നാളെ ചെയ്യാനായിട്ട്? ഇതെന്താ ഇനി നേരം പെയ്യേ? കൈനാട്ടില് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് പാലം പണിയുന്നില്ലേ, അതിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ട് എന്തൊരു ബ്ലോക്കാ. വണ്ടിയിലിരുന്ന് ഞാൻ മടുത്തു. ഇനി പോലാടെ നിൽക്കി. എനിക്കൊരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തുതരാം. കത്തോ? എന്താ കത്ത്? എന്തെന്നറിയില്ല, ഞാൻ നോക്കി എടുത്തുതരാം. വേഗം എടുക്ക, ഒന്ന് വേഗം കുളിക്കട്ടെ, ക്ഷീണം പിടിച്ച്. നീ ഫോൺ ഓഫ് ആക്കി ഞാനും എന്നിട്ട് ബുക്ക് എടുത്ത് പഠിച്ച എന്തെന്നാ ഹോംവർക്ക് ഉള്ള എന്തെന്നാ നോക്ക്. ഞാൻ അമ്മ അപ്പത്തേക്കും കുളിച്ചിട്ട് വരുന്നു, എന്നിട്ട് എന്തെന്നാന്ന് വെച്ചാ ചെയ്യാം. നീ ചായ കുടിച്ചായിരുന്നാ? ഇതാ കത്തിതാ. അതെന്തെന്നാ കത്തിലുള്ളത്? വേറെന്തെന്നാ? നിങ്ങളുടെ മോന്റെ തോന്നിവാസം തന്നെ. വേറെന്തെന്നാ? എന്തെന്നാ എന്തെന്നാന്ന് മോൻ വരുമ്പോ ചോദിച്ചോക്ക്. ദേഷ്യം പഠിക്കുന്നു പണിയെടുത്ത് വരുമ്പോ ഓരോന്ന്. ഓളതാണേ മോള് കരിപ്പയ്ക്ക്. എനിക്കൊരു കത്ത് വന്നിനേനു. അപ്പൊ കത്ത് ഞാൻ ഓളെ എടുത്ത് കൊടുത്താൽ അതും എടുത്ത് ദേഷ്യം പിടിച്ചത് മോള് കരിപ്പയ്ക്ക്. എന്ത് കത്താന്നാ എനക്കറിഞ്ഞൂടാ. അമ്മ എന്തോ കത്ത് വന്നില്ല. എന്തെന്നാ എന്നോടല്ലേ ഞാൻ ചോദിക്കുന്നേ? എന്തെന്നാ ഈ മുഖം കറുപ്പിച്ചിരിക്കുന്ന? നിങ്ങക്ക് അറിഞ്ഞൂടെ? അറിയെങ്കിൽ ഞാൻ ചോദിക്കും എന്നോട്. എന്നാ കേട്ടോ, ബാങ്കിൽ നിന്ന് കത്താ വന്നത്. സ്വർണം അവര് വിൽക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുള്ള കത്താ വന്നേ. 2 ദിവസം കൊണ്ട് 50,000 രൂപ കൊണ്ട് അടക്കണം. നിങ്ങളെ കൊണ്ടാവുക? എന്താ 2 അറ്റം മുട്ടിക്കാൻ പെടുന്ന ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇപ്പൊ 50,000 രൂപ നിങ്ങൾ ഉണ്ടാക്കുക. എന്ത് വെറുപ്പ് പിടിക്കല്ലേന്ന്? നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോവാൻ എന്തായിരുന്നു ഉഷാറ്? ധ്യാനസിന് 1 വയസ്സുള്ളപ്പോ മേടിച്ചോണ്ട് പോയതല്ലേ നിങ്ങള്? ഇപ്പൊ വയസ്സ് 7 ആയി അവന്. എന്റെ പൊന്ന് ജിത്തു, അന്ന് ഞാൻ പറയട്ടെ, ഓൻ അത് അന്ന സമയത്ത് നമ്മള് ലോക്ക്ഡൌൺ അല്ലേനാ? ആ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇവിടെ ആനക്ക് പണിയുണ്ടെന്ന് എന്തൊക്കെ ഞാൻ ഇന്നോട് പറഞ്ഞ ശരിയാ. ഞാൻ വേഗം എടുത്തു മറ്റേ കൊണ്ടുപോയി. അല്ല, നിങ്ങൾ മാത്രം എത്ര പേര് ബാങ്കിൽ സ്വർണം വെക്കുന്നുണ്ട്? എത്ര പേര് പൈസന്റെ ഇടപാട് നടന്നിട്ട് തിരിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്? ഞാൻ ഇന്നോട് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൌൺ കഴിഞ്ഞ പാട് പിന്നെ പണിയില്ല. ഇപ്പഴോ പണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് കൂലി എന്തെങ്കിലും കിട്ടുന്ന? പണിക്കാർ കൊടുക്കാനില്ലാണ്ട് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടാ? പണ്ടത്തെ കൂലിയാ ഇപ്പൊ ഉള്ള എല്ലാവർക്കും കൂലി എല്ലാം കൂടി. എന്നാൽ സ്ക്വയർ ഫീറ്റ് എനിക്ക് എന്തെങ്കിലും പൈസ കൂടി തരുന്നുണ്ടാ? ഇപ്പൊ പണ്ടത്തെ അതേ റേറ്റിന് തന്നെ എല്ലാ ആൾക്കാർ പണിയെടുക്കുന്നത്. എന്നാൽ പണിക്കൂലി ഡെയിലി കൂടുന്നുണ്ട്. ഹോട്ടലിലെ പൈസ കൂട്ടി, മറ്റേടത്തിലെ പൈസ കൂട്ടി, എല്ലായിടത്തെ പൈസ കൂട്ടി. എന്നാൽ ഞാൻ ഒരു പൈസ ഇതുവരെ കൂടുന്നില്ല. വെറുതെ പേരിന് ഒരു മേസ്ത്രി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ. മേസ്ത്രി എന്ന് പറയുന്ന എന്റെ പാവ അമ്മ എന്റെ കല്യാണത്തിന് സ്വർണം മേടിച്ച് തലവണ്ണ എന്റെ അടിയിൽ വെച്ചിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ട് അത് എനിക്ക് കുറച്ച് സ്വർണ്ണാക്കി തന്നേന്നറിയാം. അതങ്ങ് മേടിച്ചിട്ട് പോവാൻ എന്താ ഉഷാറ്. ഞാൻ മേടിച്ചു തരാം. ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അത് വിറ്റു പോവും. എനിക്കറിയാം പോവില്ല. ഞാൻ എന്തെങ്കിലും വെറുതെ പോന്നില്ല. എനിക്ക് നിങ്ങളെ ചോറെടുത്ത് അത് ഞാൻ ആക്കിക്കോളൂ. നിങ്ങൾ പോ എന്റെ മുന്നിൽ. നിങ്ങൾ വന്നാ ബുള്ളറ്റിന്റെ സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ? ബുള്ളറ്റിന്റെ സൗണ്ട് തൽക്കാലം ഞാൻ ബുള്ളറ്റ് ഒന്ന് പണയം വെച്ചതാ. 50 റുപ്യ ഉണ്ട്. നാളെ രാവിലെ പോയിട്ട് എന്തായിക്കോ പിന്നെ ബാങ്ക് കൊണ്ട് അടച്ചിട്ട് മാലയും വാങ്ങിക്കാം. അയ്യോ പ്രതീക്ഷേട്ടാ, ഞാൻ ഇതെല്ലാം ബുള്ളറ്റ് ഇപ്പൊ പണയം വെക്കാനല്ല ആരെങ്കിലും പറഞ്ഞാ? ഞാൻ എന്റെ ഓരോ സങ്കടം കൊണ്ട് പറയുന്നല്ലേ പ്രതീക്ഷേട്ടാ. അതിന് ബുള്ളറ്റ് എല്ലാം നിങ്ങൾ പണയം വെക്കേണ്ട കാര്യണ്ടാ? സാരല്ല, നടക്കട്ടെ. ഇനി രാവിലെ പോയി ബാങ്ക് പറ്റും. നാളെ എങ്ങനെ പണിക്കെല്ലാം പോവാ? പണിക്കോടെ വണ്ടിയില്ലാത്ത ഞാൻ പണിക്ക് വയ്ക്കില്ലേ? അതെല്ലാം അങ്ങ് നടക്കും. ഇതുകൊണ്ട് ചെല്ലി നിന്നാട്ടെ, കൈ കാണിച്ച സ്വർണ്ണേ നമുക്ക് നാളെ പിന്നെ എപ്പാന്ന് വെച്ചാ എടുക്കാം. അത് പോകുന്നാണെ പൊക്കോട്ടെ. നിങ്ങൾ പോയിട്ട് ഈ പൈസ കൊണ്ടുപോയിട്ട് ബുള്ളറ്റ് ഇങ്ങെടുത്തിട്ടോ, എന്നിട്ട് വീട്ടിൽ കയറിയാ മതി. ചെല്ലി ഓ, ഞാൻ അങ്ങനെ പലതും പറയും. അതെന്റെ സങ്കട വിഷമം കൊണ്ടല്ല പറയുന്നത്. നിങ്ങൾ അതെല്ലാം ചെല്ലി പോയിട്ട് എന്താന്ന് വെച്ചാ ചെയ്യുക. ചെല്ലി.